Hello, welcome to Red Short Talks. ഹലോ എവരിവൺ. ഓക്കെ, നമുക്ക് അനാലിസിസിലോട്ട് പോകാം. നിഫ്റ്റി. ഓക്കെ, ഹായ്. സോ ഓപ്പൺ ആയിട്ടുണ്ട്. സി ഗൈസ്, നമ്മൾ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഈ ഒരു 10 DMA സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നതെന്ന്. അത് 10 EMA സപ്പോർട്ട് എടുത്ത് ഡേ ചാർട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മാർക്കറ്റ് അവിടെ തന്നെ ഓപ്പൺ ആയിട്ട് താഴോട്ട് വന്നിട്ട് നമ്മുടെ മേജർ സപ്പോർട്ട് ആയിട്ടുള്ള 25,100, അതായത് ഒരു ഡിപ്പെൻഡറി ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡറി കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യാന്നുള്ള. 25,100 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചൊരു പുൾ ബാക്ക്. സോ ഒരു ഹാമർ ടൈപ്പ് ഒരു ക്യാൻഡിലാണ് ഡെയിലി ഫോം ചെയ്തിട്ടുള്ളത്. 1 hourലോട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റിവേഴ്സൽ മനസ്സിലാവും ശരിക്കും. ഞാൻ ഓൾറെഡി ലൈൻസ് ഒക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. സോ റിവേഴ്സൽ മനസ്സിലാവും നമുക്ക്. ഈ ഒരു ഷാർപ്പ് അപ്പ് ഡൗൺ മൂവ്മെന്റ് കഴിഞ്ഞിട്ട് ദിസ് ക്യാൻഡിൽ ഒരു പെർഫെക്റ്റ് റിവേഴ്സൽ ക്യാൻഡിലാണ് ഇത് അല്ലേ. 1 hourൽ ഈ ഒരു റെഡ് ക്യാൻഡിൽ ലോ എടുത്തിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ബുള്ളിഷ് പേഴ്സിങ് എന്ന് പറയും ഇതിനെ. അതായത് രണ്ട് ക്യാൻഡിൽസ് കൂടുന്ന ക്യാൻഡിൽസ് പാറ്റേൺസ് വെച്ച് നമുക്കറിയാം ബുള്ളിഷ് പേഴ്സിങ്. ആ ഒരു ബുള്ളിഷ് പേഴ്സിങ് കഴിഞ്ഞിട്ട് അത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളിഷ്നെസ് പിന്നെയും മുന്നോട്ട് തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ റിജക്ഷൻ വന്നു, 25,250. അവിടുന്ന് റിജക്ഷൻ വന്നു. കാരണം ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഏരിയ 25,250, 300, 350, 400 അല്ലെങ്കിൽ ഒരുപാട് കോൾ റൈറ്റിംഗ് ഉണ്ട്. അതായത് ഒരുപാട് ഓപ്പൺ ഓർഡർ ഉണ്ട്, സെൽ ഓർഡർ ഉണ്ട് അവിടെയെല്ലാം. അതുകൊണ്ട് തന്നെ അവിടുന്ന് റിജക്ഷൻ വന്നു. ബട്ട് ആ 25,160 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു, 184 ക്ലോസ് ആക്കി. സോ നാളെ നമ്മുടെ പ്ലാൻ, 2 പ്ലാൻ ഉണ്ട്. 50 മിനിറ്റ്സിലോട്ട് പറഞ്ഞുതരാം. 2 പ്ലാൻ ഉണ്ട്. ഒരു പ്ലാൻ ഒന്ന് തിരിച്ച് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു സോണിൽ കിട്ടുകയാണെങ്കിൽ കേട്ടോ, 25,125, 25,150 ഈ ഒരു സോണിൽ, അതായത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് താഴോട്ട് തന്നെ പുഷ് തരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു പുഷ് തരികയാണെങ്കിൽ ഈ ഒരു സോണിൽ തന്നെ നമുക്ക് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ, ഒരു ഹയർ ഒരു ഹൈയുടെ മുകളിൽ ഒരു ബ്രേക്ക് ചെയ്തിട്ട്, ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് കൊടുക്കാം, ബൈ കൊടുക്കാം. ഈ ഒരു സോണിൽ നിന്ന് ബൈ കൊടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 25,250, 300, 350 ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒരു 40, 60, 70 പോയിന്റ്സ് എടുത്തിട്ട് എക്സിറ്റ് ആവുകയും ചെയ്യാം. ഒരു പ്ലാൻ മുകളിലുള്ള പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബുള്ളിഷ് തന്നെയാണ് പ്ലാൻ. ഓക്കെ, 25,000 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ഇറക്കം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഇതേപോലുള്ള റിവേഴ്സൽ ക്യാച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ഒരു ഹാമർ വന്നിട്ട് നേരെ റിവേഴ്സ് ആയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഒരു ഡിപ്പ് എന്നുള്ള ബൈ എൻട്രി മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ നാളെ നേരെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എൻട്രിക്ക് നോക്കുക. ഓക്കെ, നേരെ ബ്രേക്കിൽ എൻട്രി എടുക്കരുത്. തിരിച്ച് വന്നിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് എൻട്രി എടുക്കുക. എൻട്രി ഒരിക്കലും നമുക്ക് മിസ്സാകത്തില്ല. ആക്ച്വലി നമ്മൾ ചാടിക്കറി എടുക്കുമ്പോഴാണ് നമുക്ക് ലോസസ് വരുന്നത്. സോ ഇവിടുന്ന് നേരെ ബ്രേക്ക്ഔട്ടിന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് ഇതേപോലെ റിവേഴ്സൽ എന്തെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ 25,150 അബോ, അല്ലെങ്കിൽ 25,120 ഈ ഒരു സോണിൽ നിന്ന് എടുക്കുക. ഈ സോൺ എന്നേ പറയുന്നുള്ളൂ. കാരണം ഇതെല്ലാം ഓരോ സോണിൽ നിന്നാണ്, നമുക്ക് ഒരു സ്പെസിഫിക് നമ്പർ നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ സോൺ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ ഒരു എൻട്രി എടുക്കുക. ഓക്കെ, ഈ എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം ഇവിടെ ഒരു പിവറ്റ് ഏരിയയിൽ ഒരു മൈനസ് റെസിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടുന്ന് എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ 40, 50, 60 പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നാളെയും ഇതേപോലെ ഒരു ട്രൈ ചെയ്യുക. നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് ഡിപ്പ് ഒന്ന് കിട്ടുകയാണെങ്കിൽ എടുക്കുക, എന്നിട്ട് ഈ ഹൈന്ന് വിൽക്കുക, അല്ലെങ്കിൽ നേരെ ബ്രേക്ക്ഔട്ട് ആണ്, ബ്രേക്ക്ഔട്ട് എടുത്തിട്ട് ഫസ്റ്റ് ടാർഗറ്റ് 25,300, 350 ഇതെല്ലാം ടാർഗറ്റ്സ് ആണ്. ഇവിടെ എവിടെയെങ്കിലും സെല് ചെയ്യുക. ഓക്കെ, എല്ലാവരൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഇന്ന്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എഐയുടെ. അത് നിങ്ങൾക്ക് അതായത് അത് കാണുന്നവർ അത് കാണുക, ചാനൽ സബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.